അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവയെ ജേർണലൈസ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതുപോലെ തന്നെ ജേർണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്ക് അറിയണം. അപ്പോൾ ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന, നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും 5 കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എഴുതാറുണ്ട്. ഏതൊക്കെയാണ് 5 കാറ്റഗറി നോക്കാം. ഒന്ന് അസറ്റ് ആണ്, and the second one liability ആണ്, തേർഡ് ക്യാപിറ്റൽ ആണ്, and the fourth one എക്സ്പെൻസസ് ആണ്, ഫിഫ്ത്ത് വൺ ഇൻകം ആണ്. ഈ 5 കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ ക്രോഡീകരിച്ചിട്ട് ഇവക്ക് ഓരോരുത്തർക്കും ഓരോ റൂളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ റൂളും കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഇവയെ ജേർണലൈസ് ചെയ്യുന്നതും നമ്മളുടെ അക്കൗണ്ടിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.